വെറും 2000 രൂപയ്ക്ക് നമുക്ക് വർക്കലയിൽ പോയി വന്നാലോ? എല്ലാ ദിവസവും ഓടുന്ന മലബാർ എക്സ്പ്രസ് തിരൂർ രാത്രി ഒരു 11:25 ആകുമ്പോഴത്തേക്ക് എത്തും. പിന്നീട് കുറ്റിപ്പുറം, പട്ടാമ്പി, ഷൊർണൂർ, തൃശ്ശൂർ തുടങ്ങി ഒരുവിധം സ്റ്റേഷൻസ് ഒക്കെ കവർ ചെയ്തിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും വർക്കല ശിവഗിരി സ്റ്റേഷനിൽ എത്തും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി തിരക്ക് കുറഞ്ഞ ട്രെയിനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യണമെങ്കിൽ ഗുരുവായൂരിന് രാത്രി എടുക്കുന്ന ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ഇന്റർസിറ്റി എക്സ്പ്രസ്സോ ഉണ്ടാവും. ജനറലിനൊക്കെ 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നുള്ളൂ. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ എത്തും. നേരത്തെ എത്തുകയാണെങ്കിൽ കുറച്ച് രാവിലെ ആവണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ബസ് കയറിയിട്ട് ജനാർദ്ദനപുരം ജംഗ്ഷനിലോട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇടുന്ന ഏരിയാസ് ഒക്കെ ഉണ്ട്. വർക്കലയ്ക്ക് നോർത്ത് എന്നും സൗത്ത് എന്നും 2 ഭാഗങ്ങളുണ്ടെങ്കിലും അതിനകത്ത് കുറച്ച് തിരക്ക് കുറഞ്ഞതും അതുപോലെ നല്ല ബഡ്ജറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേ കിട്ടുന്നത് സൗത്ത് ക്ലിഫിലാണ് കേട്ടോ. നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത് സൗത്ത് ക്ലിഫിലുള്ള നിഗൽ സ്റ്റേക്കേഷനിലാണ്. ഇവിടെ 500 രൂപ തൊട്ടൊരു ഡോംസ് അവൈലബിൾ ആണ്. മാത്രമല്ല നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള റൂംസും എന്തിനു വേറെ പറയുന്നു നമ്മുടെ ബീച്ച് റിസോർട്ട് അടക്കം ഇവർക്കുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സ്റ്റേക്കേഷന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി, അവർ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് നേരെ നോർത്ത് ക്ലിഫിലോട്ട് പോകാവുന്നതാണ്. നടന്നിട്ട് തന്നെ പോകുന്ന വഴിക്ക് പല കഫേസും കാണും, നോക്കി വെച്ചാൽ മതി, കയറണ്ട. അങ്ങനെ നടന്ന് അവസാനം നമ്മൾ ബ്ലാക്ക് ബീച്ച് വരെ എത്തും. അവിടുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സൺസെറ്റ് ആവണേക്കാളും മുന്നേ നിങ്ങൾ കണ്ടുവച്ച ആ ഒരു കഫേയിൽ പോയിട്ട് ആ ഒരു സൺസെറ്റ് വ്യൂവും കണ്ടിട്ടൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാവുന്നതാണ്. അത് വേറെ ലെവലാണ് കേട്ടോ. വൈകിട്ടാവും തോറും പല ലൈറ്റ്സ് ഓണായി തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ നോർത്ത് ക്ലിഫിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണുന്നത്. പലയിടത്തും പാട്ടും ഡാൻസൊക്കെ ഉണ്ടാവും. പിന്നെ പർച്ചേസിങ്ങോ നിങ്ങളുടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ റൂമിലോട്ട് പോകാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ സൗത്ത് ക്ലിഫിലെ ഫേമസ് ആയിട്ടുള്ള കഫേ സർവേ പോയിട്ട് നിങ്ങൾക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു വ്യൂവും കണ്ടിട്ട് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. നേരെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ചാണ്, സൗത്ത് ബീച്ച്. ഒരാളും മനുഷ്യനൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. നാട്ടിലോട്ട് തിരിച്ച് ഉച്ചയ്ക്ക് 1 മണിക്കും 1:30ക്കും 3:45 ട്രെയിൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ട്രാവൽ കണ്ടന്റായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ.